Hello, ladies and gentlemen. Welcome to Al Shazam after a long time. ഞാനും സുബിനും മാത്രമേ ഉള്ളൂ. എസ്കേപ്പ് അല്ലേ? നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. ഇതൊരു ചെറിയ വ്ളോഗാണ്, വളരെ ചെറുത്. ചോറ് കഴിക്കാൻ പോകണം. നമ്മളിവിടെ ബർഗർ, ചറുകറൊക്കെയാണ്. പിന്നെ വേറെ കോമഡി ഉണ്ട്, ഇങ്ങേരി വിളിക്കൂല. ചട്ടിക്കറി ചൊട്ടിച്ചോറിയൊക്കെ പുള്ളി പോയിരുന്ന് കഴിക്കും. നെയ്ച്ചോറ്, നെയ്പ്പത്തല് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ പുള്ളി ഒറ്റയ്ക്ക് പോയിരുന്ന് അടിക്കുക. നമുക്ക് ബർഗർ, മെക്സിക്കൻ, ഇന്റർനാഷണൽ മൊത്തം നമ്മള്. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് പറയും, നാളെ എനിക്ക് ഷൂട്ടുണ്ട്, മീൽസ്. ഞാൻ പറയും ഞാൻ മീൽസ് കഴിക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരി, വളരെ അണ്ടർറേറ്റഡ് ഒരു മീൽസ് കട ആണോ? ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കടയാണ്. ശരി, അപ്പൊ നല്ല മീൽസ് കഴിക്കാൻ കഴിച്ചു. ഇവിടെ മീൽസിലെ ഏറ്റവും ബെസ്റ്റ് ഇപ്പം മറ്റേ കാലിക്കറ്റ് സ്റ്റോറീസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് മറ്റേ മീൻ പൊരിച്ചതൊക്കെ സെറ്റ് ആവുന്ന സ്ഥലം. പക്ഷേ അഗൈൻ ആ ബെഞ്ച് മാർക്ക് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും വേറെ ഡിഫറെന്റ് ഇങ്ങനെ വരണം. യെസ്, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഒരു ബെഞ്ച് മാർക്ക് എല്ലാരും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോ ബിരിയാണികളായാലും കണ്ടില്ലേ, ഇപ്പം 10-15ഓളം നല്ല ബിരിയാണി സ്പോട്ട്സ് ഉണ്ട്. 10 ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബിരിയാണി ഇഷ്ടം പോലെ ഉണ്ട്. ബിരിയാണിയുടെയൊക്കെ വീഡിയോ ഒരുപാട് മുന്നേ ചെയ്തതാണ്. അത് എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. ശരി, ഇറങ്ങിയില്ലല്ലേ? യാസറിന്റെ ബർത്ത്ഡേ ഇന്ന് കിട്ടത്തേ ഉള്ളൂ. ഒന്ന് ആലോചിക്കാണ്. ഓ മൈ ഗോഡ്, അവനും ഭയങ്കര ബിസിയിലാണ്. മെക്സിക്കൻ ഇറങ്ങാനുണ്ട്, കുറെ ഉണ്ട്. വരും. അപ്പൊ എന്താണെങ്കിലും ഇന്നൊരു വളരെ ചെറിയ വ്ളോഗാണ്. നമ്മൾ ആ കടയിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ബിക്കോസ് ഈ ഇറങ്ങി നടക്കുക എന്ന് പറയുന്ന പരിപാടി ഇനി 2 മാസത്തേക്ക് ഇത്തിരി പാടായിരുന്നു. അൺടിൽ ഓർ വൈകുന്നേരം. ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല, വൈകിട്ട് ഇറങ്ങാറുള്ളൂ. വൈകുന്നേരം ഓക്കെ. ഈ സമയത്തൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വിവരം അറിയും. അതുകൊണ്ട് എല്ലാവരും ദുബായിലുള്ളവരൊക്കെ സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഡോണ്ട് സ്റ്റെപ്പ് ഔട്ട് ഇൻ ടു ദ സൺ ഡയറക്ട്ലി. പണി കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ നേരെ എസ്കേപ്പിക്ക് വെയിറ്റ് ചെയ്യണം. എസ്കേപ്പി ഓൺ ദ വേ ആണ് ടു ദ കാർ ഫ്രം ദ മെട്രോ. നമ്മൾ നൊമാഡിനെ കണ്ട് കുറെ നാളായി. അവനെ കണ്ടിട്ട് നമ്മൾ ആ ഫുട്ബോൾ തുടങ്ങിയതിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. ആ ഫുട്ബോൾ സത്യം പറഞ്ഞാൽ വലിയൊരു പണിയാണ്. ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയായിരുന്നു? അർജന്റീന ഞാൻ കണ്ടില്ല. മുട്ടം വിറ്റേക്കണോ? ഞാൻ ഉറങ്ങി. ഞാൻ വിചാരിച്ചത് ക്യാപ് വെറുതെ എന്നല്ലേ, കപ്പ വറുത്തത്. അയ്യേ, ആര് മെസ്സി 3 ഗോൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉറങ്ങി. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു 2 മണിക്കാണ് ഇവിടെ കാണുക തുടങ്ങിയത്. 3 മണിക്ക് ഞാൻ മൂത്രം ഒഴിക്കാൻ എണീച്ച്. അപ്പോഴാണ് എക്സ്ട്രാ ടൈം പിടിച്ചു. ഞാനുണ്ടല്ലേ ആ കളി ഇങ്ങനെ ഞാൻ വിചാരിച്ചു എത്ര ആയെന്ന് നോക്കാല്ലേ, 50 മിനിറ്റ് ആയല്ലേ. അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കുമ്പോ 1-0 ജയിച്ചിരിക്കണം അർജന്റീന. ഫസ്റ്റ് അടിച്ചത്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും കേട്ടോ. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ഹാഫ് അറ്റാക്കിങ് ഒന്ന് തുടങ്ങി. ഒരു ഗോളും കൂടെ കയറിയപ്പോ ഞാൻ എന്റെ ഉറക്കം മൊത്തം പോയി. ഞാൻ പിന്നെ ഇരുന്ന് കളി കണ്ടു. പിന്നെ ടെൻഷൻ. ഇവര് 2 അടിക്കും, ഇവര് 2 അടിക്കും. ഞാൻ എന്റെ അമ്മ എന്തൊരു കളിയായിരുന്നു. അർജന്റീന രക്ഷപ്പെട്ടു. ആ സത്യം. എടാ, കപ്പ വറുത്തതെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കേപ്പ് വെറുതെ എന്നവര് പറയിപ്പിച്ച്. അതൊരു വല്ലാത്ത. ഞാന് ഓസ്ട്രേലിയ ഈജിപ്തിന്റെ കളി ഇരുന്ന് കണ്ടു. അടിപൊളി. ഈജിപ്ത് അത് പെനാൽറ്റി അല്ലേ? പെനാൽറ്റിയിലേക്ക് എത്തി. ഈജിപ്ത് ജയിച്ചു. 2 ഗോളാണ് ഈജിപ്ത് അടിച്ചത്. ഓസ്ട്രേലിയ 1 ഗോൾ അടിച്ചിട്ടില്ല. 1 ഓൺ ഗോളായിരുന്നു. ഓ ഓക്കെ. എന്നിട്ട് പെനാൽറ്റിയിൽ അവര് ജയിച്ചു. അടുത്തത് എനിക്കാണ് അർജന്റീന ഈജിപ്തിനെയാണ് കളിക്കാൻ പോണെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ന് രാത്രി കാനഡ മൊറോക്കോ. അർജന്റീന ഈജിപ്തിനാണ് കളിക്കാൻ പോകുന്നത് ആണെന്ന് തോന്നുന്നു. ഫ്രാൻസ് നോർവേ അല്ല, പരാഗ്വേ. നോർവേ അല്ല. ബ്രസീൽ നോർവേ പരാഗ്വേ ഫ്രാൻസ്. അത് ഇന്നല്ലേ? ഇന്ന് രാത്രി അല്ല, അത് നാളെ. ഇന്ന് കാനഡ മെക്സിക്കോ. അതായത് ഇന്ന് രാത്രി എന്ന് പറയുമ്പോ മറ്റേ അല്ല, പാതിരാവിലെ കാനഡ മെക്സിക്കോ. ഒരു കളി. ഇനി ലാസ്റ്റ് 16 അല്ലേ? ഒറ്റ കളി എല്ലാ ദിവസവും. അത് ഈ 12 മണിക്കും 3 മണിക്കൊക്കെ തന്നെ. ഇന്ന് രാത്രി എത്ര മണിക്കാ നോക്കാലോ. അപ്പൊ നമ്മൾ എന്തായാലും കിടിലൻ കളിയായിരുന്നു. ഞാൻ മെക്സിക്കോ അർജന്റീന ജയിച്ച് ഐ ആം ഹാപ്പി. ആസ് എ അർജന്റീന ഫാൻ വളരെ ഹാപ്പിയാണ് ഞാൻ. ബട്ട് ക്യാപ് വെറുതെ മാൻ. ഇന്ന് 9 മണിക്ക് 9 മണിയല്ലേ? 1 മണിക്ക് തന്നെ ഫ്രാൻസ് ജയിക്കും. പാട്ടും പാടി സെമിയും ഫൈനലൊക്കെ എത്താനുള്ള എല്ലാ. ഈ വേൾഡ് കപ്പില് ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടീമിന്
ഞാൻ കണ്ടിട്ടില്ല. എന്ത് അറ്റാക്കാണ് പടച്ചോനെ. അറ്റാക്കാ ഒരുമാതിരി ചുമ്മാ കൊച്ചു പിള്ളേരെ അവിടെ കളിക്കണ പോലെയാണ് അവന്മാർ വന്ന് കളിച്ചിട്ട് പോകണം. എംബാപ്പയുടെ ഒക്കെ ഞാൻ വിചാരിച്ച അവന്റെ നടത്ത കാണുമ്പോ ഓട്ടമൊന്നുമില്ല, എന്ത് ത്രൂ ഓട്ടം കേട്ടം. അവൻ 2 സ്റ്റെപ്പ് അവൻ അവിടെ എത്തും. കിടിലം, ഒന്നും പറയാനില്ല. ആ ടീമുണ്ടല്ലോ, അതാണ് ടീം. അതായത് അത് ഞാൻ ഇന്നിപ്പം ഇതും കണ്ട്, കൊളംബിയയുടെ മാച്ച് ഞാൻ കണ്ടേ. അതായത് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഗോളിന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതുണ്ടല്ലോ ഈ അർജന്റീനയിലൊക്കെ മെയിൻ പ്രശ്നം അതാണ്. ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിഫെൻസിങ് ആണ്. ഇപ്പൊ അന്ന് സെനഗലിന് പറ്റിയ പ്രശ്നം എന്താണ്? സെനഗൽ ലാസ്റ്റ് ആ ഒരു 10 മിനിറ്റ് അവരൊന്ന് 2 ഗോളല്ലേ നിക്കല്ലേ, മുന്നിട്ട് നിക്കല്ലേ എന്ന് വിചാരിച്ച് ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചതാണ് ഡിഫൻസിലോട്ട്. അതാണ് പറ്റിയ, അത് തന്നെയാണ് അർജന്റീനയ്ക്കും പ്രശ്നം. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഡിഫൻസിങ് താട്ടി താട്ടി താട്ടി. എടേ മറ്റേ അതാണ് പറയുന്നത്, കൊളംബിയയിലൊക്കെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ഗോൾ പറഞ്ഞാൽ അടുത്ത ഗോളിന് ട്രൈ ചെയ്യുക അവര്. ഇത് ഞാൻ പറഞ്ഞ ഈ അർജന്റീനയുടെ മാച്ചിൽ അവസാനം 3ാമത്തെ ഗോൾ അടിച്ചതിന് ശേഷം ഉണ്ടല്ലോ ബാക്കി ഫുൾ ടീം ഉണ്ടല്ലേ അർജന്റീനയുടെ ബോക്സിൽ. ഈ അണ്ടർ ഡോഗ്സ് ഒക്കെ ചിലപ്പം സെമിയിലൊക്കെ എത്താം. കഴിഞ്ഞ തവണ മൊറോക്കോ എത്തിയിരുന്നല്ലോ ഇല്ലേ? പിന്നെ ഇത്തവണ ഈജിപ്റ്റ് മൊറോക്കോ 16 മൊറോക്കോ. അങ്ങനെ ഒരു ടീം കേറി വരണം അല്ലേ? പിന്നെ സെമി വരെ ക്യാപ് വെർദേക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അർജന്റീനയോടെ കളിച്ചോണ്ടായിരിക്കാം. അവര് വേറെ ആരെങ്കിലും കൂടെ ആയിരുന്നു കളിച്ചിട്ടുണ്ടെങ്കിൽ അവര് കേറിയാണ് 16-ല്. എല്ലാരും ഫിഫയെ വിമർശിക്കുകയാണല്ലോ. അർജന്റീനക്ക് കാശ് കൊടുത്തു. അർജന്റീന കാശ് കൊടുത്തിട്ടാണ്. എന്തോന്ന് പറയണ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? അവരുടെ ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ പിന്നെ ഇനി ലാസ്റ്റ് 16 അവർക്ക് റൂട്ട് ടു ഫൈനൽ ഈസിയാണ്. മറ്റുള്ള ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി. അതെന്ത് കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നിയില്ല അത് സ്ക്രിപ്റ്റഡ് ആണ്. അങ്ങനെയൊന്നും ആർക്കും. മറ്റവനൊക്കെ എന്തൊരു ഗോളിയാണെന്ന് അറിയൂ. അടിക്കണം. മെസ്സിയുടെ 7ഓ 8ഓ ഗോളാണ് അവൻ തടഞ്ഞത്. 1-on-1 മെസ്സിയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു. ഒരു ഫ്രീ കിക്ക്, 2 ഫ്രീ കിക്ക്, അത് 2ഉം കയറാനുള്ള ഗോളാണ്. അതൊക്കെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴാ കയറിയാന്. എന്താ പറയാ, ഒറ്റൊരു ആ ടീമിലെടുത്തൊരു അടി അടിച്ചോളൂ. ഇങ്ങനെ കറങ്ങി മറ്റവൻ കണ്ടത് പോലുമില്ല ഏത് വഴി കൂടെ പോയി കറങ്ങി. സൂപ്പർ ബെഞ്ച്. എന്തിനാണെങ്കിലും ഫീഫയുടെ പരിപാടി അതാണ്. ഞാൻ ആദ്യമേ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എനിക്ക് അത് വന്നിട്ടുണ്ടെന്ന് വലിയ ആഗ്രഹമുണ്ട്. പോർച്ചുഗൽ വേഴ്സസ് അർജന്റീന ഫൈനലി. പൊളിക്കും. അങ്ങനെ നമ്മൾ കറാമ എത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു ബ്ലോക്ക് തന്നെ നമ്മൾ സൃഷ്ടിച്ചു. നല്ല ചൂടാണ് ഗൈസ്. നമ്മുടെ കൂടെ SKP വന്നിട്ടുണ്ട്. കുറേ നാളെ SKP കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് മറ്റേ കടയിലോട്ട് മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നല്ല ജില്ല് ചൂടാണ് ഗൈസ്. മുടിയൊക്കെ ഉണങ്ങി ഗൈസ്. ഇതാണ് കടയുടെ പേര് കേട്ടോ, കടവ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻ്റാണ് പണ്ട് മറ്റേ വെള്ളം മുങ്ങിപ്പോയപ്പോൾ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഓ ഗൈസ്, ദിസ് റെസ്റ്റോറൻറ്റ് ഐ ഹാവ് സീൻ ഗൈസ്. ഹായ് ബാൾസ്. ഒരു സിമ്പിൾ കട, സിമ്പിൾ ആൻഡ് ഹമ്പിൾ കട. ആദ്യമായിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോണല്ലേ? ആദ്യമായിട്ട് നമ്മൾ ചോറ് ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ട്. അതെടുത്തില്ല ഞാൻ. ഇന്ന് വ്ളോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചാ, പിന്നെ ചുമ്മാ വിചാരിച്ച എടുക്കാം. ആദ്യമായി നമ്മൾ ചോറ് കഴിക്കുന്ന പക്ഷെ ഇങ്ങനത്തെ വ്ളോഗൊക്കെ നന്നായിട്ട് കയറുകയും ചെയ്യും. ചോറ് വിചാരിക്കാതെ എടുക്കുന്ന വ്ളോഗ് ചിലപ്പോൾ. ഓക്കെ, നമുക്ക് ചോറിന്റെ ചരിത്രത്തെ കുറിച്ച് കിടക്കാം. ചോറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാം? ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? ചോറ് അരിയെടുത്ത് തിളപ്പിച്ചപ്പോൾ ചോറുണ്ടായി. എന്നിരുന്നാലും ഇത് ആരാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെ ചോറ് ഫോട്ടോ എടുക്കണം കേട്ടോ? ഇതിന്റെ കളറും ഇല ഒരു ഇല 2 ഇല. ഇവൻ ഇലയില്ലാതെ കഴിക്കും. ഈ വെള്ളത്തിന്റെ കളറും ഇതും ഒരേ കളറാണ്, സെയിം കളർ. കരിങ്ങാളി ജീരകം ഒരുമിച്ചിടുമല്ലോ. രണ്ടും ഉണ്ടല്ലേ? കുറച്ച് കാർബൺ ഡൈഓക്സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതിൽ കുറച്ച് കാർബൺ ഡൈഓക്സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ജീരക സോഡ. ഐറ്റം വന്നേട്ടാ. ഉപ്പ്
ഇത് സദ്യയാണ്. മറ്റേ സാധനം ഇഞ്ചിപ്പുളി. ആ അപ്പുറം കേട്ടോ നിങ്ങളോട്. ഓ എന്ത് ഇഞ്ചിപ്പുളി, കൊണ്ടാട്ടം മുളക്, ഉപ്പ്. സോ സദ്യ ഇവിടെ യു എയിൽ കിട്ടും എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഓണത്തിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സദ്യ സദ്യയാണ്. ഇത് വെള്ളി ശനി ഞാൻ സദ്യമാണ്. സദ്യ കിട്ടുന്ന മീൽസ് സദ്യ എവറി ഡേ? നോ, ഓൺലി 2 days. ഓൺലി ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രം സദ്യ കിട്ടുന്ന സ്ഥലം യു എയിലുണ്ട്. അവിയൽ, അവിയൽ, പച്ചടി, പച്ചടി, ഇത് കൂട്ടുകറി, കണ്ടിട്ട് അടിപൊളി ടെക്സ്ചർ കേട്ടോ. സൂപ്പർ ടെക്സ്ചർ. ഓ അടിപൊളി ടെക്സ്ചർ. അത് ഇത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇതിന്റെ കഴിഞ്ഞിട്ട് എടുത്താൽ പോലെ. അങ്ങനെ വെക്ക്. ആ ഷോട്ട് എടുത്ത് ഇവിടെ ഓർമ്മപാത്രം. ഇത് ചേമ്പ് പുഴുങ്ങിയത്. ഇത് ഉണക്കമുള്ളൻ. ഇത് കൂർക്ക മെഴുക്ക് പുരട്ടി. ഇത് മാന്തൾ ഫ്രൈ നമ്മൾ നങ്കെന്നൊക്കെ പറയും. മാന്തൾ ഫ്രൈ. ഇത് ഉണക്കിയത്. ഇത് കരണ്ടി മുള്ളൻ. ഇത് നമ്മൾ പച്ചമാങ്ങയും ഉണക്ക ചെമ്മീനും കൂടിയുള്ള ചമ്മന്തി. ഓ ചമ്മന്തി. അത് അതിൽ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഉണക്കിയ പപ്പടം. ഇത് മീൻമുട്ട ഇവിടെ ഉണ്ട്. ഓ എല്ലാം ഇത് ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോലിട്ട കറി. ചക്കക്കുരു മാങ്ങ മുരിങ്ങിട്ട കറി. ഓ മൈ ഗോഡ്. പിന്നെ പപ്പടം ചുട്ടു. അത് നമ്മളൊരു ഓർമ്മപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയുള്ള ഒരു ഐറ്റംസ്. എല്ലാ ദിവസവും അവൈലബിൾ ആണ്. ഇത് വെള്ളി ശനി ഞായർ. ഇതും വെള്ളി ശനി ഞായർ. എവരിത്തിങ് ഈസ് വെള്ളി ശനി ഞായർ. സദ്യ ആൻഡ് ദാറ്റ് തിങ് ഈസ് വെള്ളി ശനി ഞായർ. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഇത് എല്ലാ ദിവസവും ഉണ്ടാവുമോ? ഈ ചോറും കൂടെ വന്നാൽ മതി അല്ലേ? ഇല്ല ഇനിയുണ്ടോ? ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എത്രയോ പോരെന്ന് എൻ്റെ പുതിയ ഞാൻ കണ്ടു. വാട്ടർമെലൻ വാച്ച്. ഏതാ കമ്പനി? സ്റ്റുഡിയോ അണ്ടർഡോഗ് UK. എൻ്റെ 300 രൂപ കയറി ഡ്യൂട്ടി. ഞാൻ അവന് നിങ്ങൾ എവിടെ നിന്ന് മേടിച്ച? ഏത് കോസ്മോ പോയി അല്ല, ഈ ഇൻസ്റ്റാ 360 ലൂണ. വളരെ കുറച്ച് മതി. വളരെ കുറച്ച് വെജ് സദ്യയാണോ നോൺ വെജ് സദ്യ? വെജ് സദ്യയാണ്. ചോറ് അധികം കഴിക്കരുത്, ഓപ്ഷനായിട്ട് കറികൾ അധികം കഴിക്കാം. അതാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ അഡ്വൈസ്. ശരിയാടാ, ജീരക വെള്ളം വിത്ത് കളർ. ഇനി എന്തിനാണ് വരാനുള്ള? സാമ്പാർ, മീൻകറിയും വരും. മീൻകറി ഉണ്ടോ? ആ ഉണ്ട്. രണ്ടുണ്ട്. സാമ്പാർ ഉണ്ടോ? കുറച്ചുകൂടി മീൻകറി കുറച്ചുകൂടി. എനിക്കും 2 കൊള്ളാം കേട്ടാ. നല്ല കിട്ടില്ല. ഞാൻ കുറേ നാളായി സദ്യ കഴിച്ചിട്ടേ. ഞാനും സദ്യ ആസ് ഇൻ മീൽസ്. ഞാൻ മീൽസ് കഴിക്കാൻ തന്നെ വന്നത്, പക്ഷെ സദ്യ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ 30-35 അത് പ്രതീക്ഷിക്കില്ല. അതൊന്നും പ്രതീക്ഷിക്കരുത്. യെസ്. ഓ കുറച്ച് അരപ്പ്. ഓ താങ്ക് യു. എനിക്ക് മീൻ കഷ്ണം കിട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുന്നില്ല. only if you have luck you will get it. നല്ലൊന്ന് കുഴക്കട്ടെ. നല്ല മാമ്പഴ പുളിശ്ശേരിയും പച്ചടിയും എല്ലാം മിക്സ് ചെയ്ത് ബിസ്മില്ലാ. ഓ നല്ല കൂട്ടുകറിയും മാമ്പഴ പുളിശ്ശേരിയും. ഓ മാമ്പഴ പുളിശ്ശേരി മാൻ.
രക്ഷയില്ല. നമ്മൾ മലബാറുകാർക്ക് ആ, മീനില്ലാണ്ട് സദ്യ കഴിക്കാൻ പറ്റില്ല. മീനില്ലാതെ സദ്യ കഴിക്കാൻ പറ്റില്ലേ? പറ്റില്ല. മീൻ പൊരിച്ച് നിങ്ങൾക്ക് അങ്ങനെയാണോ? ആണോ? എന്നാൽ മീനാവാം. എൻ്റെ വീട്ടിൽ ഒരു മീൻകറിയും ഒരു മീൻ പൊരിച്ചതും കാണും. നമ്മളടുത്ത് ചോപ്പ് മീൻകറി മസ്റ്റാണ്. ചോപ്പ് മീൻകറി തേങ്ങാച്ചറി. മാൻ, മാമ്പഴ പുളിശ്ശേരി ഈസ് അടിപൊളി മാസം സോ ഗുഡ്. പീര, ഞാനൊരു പീര പറഞ്ഞു. ആ, ഒരു ചെറിയ നത്തോലി. ഡിസ്പ്ലേ നല്ല മീൻ പീര. മീൻ പീര ശോകുന്നു. നല്ല ടേസ്റ്റാണ്. നത്തോലി പീരയാണ്. മുള്ളുണ്ട്. നല്ല മെത്തൊരു പീര. നല്ല തേങ്ങ. അതുപോലെ നെയ്മീനുണ്ട്. ഇവിടെ ഒന്നും തവ ഫ്രൈ അല്ല, ഇവരെ പൊരിച്ച. എന്ന് വെച്ചാൽ നമുക്ക് എറണാകുളത്തെല്ലാം പോയാൽ കിട്ടുന്ന പൊരിച്ച മീനുകളില്ല. അങ്ങനത്തെ ടൈപ്പ് മീൻ. ഇവിടെ നെത്തോലി ഫ്രൈ ഉണ്ടല്ലോ, അടിപൊളി. ബീഫ് ഡീപ് ഫ്രൈൻ്റെ മസാല. നെയ്മീൻ മറ്റേ ചോറും കറിയില്ല. അയക്കൂറൊക്കെ എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം ഒരു തവ മസാലയാണ്. ഇതൊക്കെ കഴിക്കും. ഇതൊക്കെ മത്തി, നെത്തോലി, ഇതൊക്കെ ഇങ്ങനെ ഇട്ടി അടിപൊളിയാണ്. നെത്തോലി വിശേഷമില്ല കേട്ടോ, സൂപ്പർ അടിപൊളി. പായസമുണ്ട്, വേണേം കുടിക്കാം. ആ പാട്ടൊക്കെ ഇന്ന് നിപ്പിൽ സന്യാസിനി എൻ പുണ്യാശ്രമത്തിലെത്തി നമ്മൾ. എല്ലാം ചോറ് കഴിച്ചിട്ട് റെസ്റ്റിലിരിക്കുന്ന സമയം ഉറങ്ങാം വേണമെങ്കിൽ. ഇരുന്നിട്ട് കൊടുക്കാം. നിങ്ങൾ ബൂട്ടിൽ നോക്കിയിട്ട് ബോട്ടില്ല, അത് ഡെക്കറേഷൻ്റെ ഫുട്ബോൾ പ്രമാണിച്ച് ഇവിടെ ഫുട്ബോൾ ടീമാണ്. എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. സൂപ്പർ അടിപൊളി സാധ്യത കേട്ടോ, ഇല്ലേ? അടിപൊളി സൂപ്പർ സാധനം. പക്ഷെ എൻ്റെ ഫുൾ കണ്ണ് ഇതിൻ്റെ മുകളിലാണ്. എന്തൊരു പാത്രം? ഓർമ്മ പാത്രം. ഓർമ്മ പാത്രം. ആ ഓർമ്മ, അത് ഓർത്ത് വന്ന് ചോദിക്കണം കേട്ടാ. സാധനങ്ങൾ അതുകൊണ്ട് ഓർമ്മ. ഓ അതാണ് ഈ പാട്ട്, പഴയ കാലത്തിലോട്ട് സഞ്ചരിപ്പിച്ചതാണ് നമ്മളെ മൂഡ് കയറ്റാനായിട്ട്. പുള്ളി അവിടെ നിന്ന് പറഞ്ഞ് അവര് ഇലസദ്യ കഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് പാട്ട് മാറ്റാം ഓർമ്മ പാത്രത്തിലോട്ട്. ഇപ്പൊ കറക്റ്റാ. സുബിൻ എങ്ങനെ ഓർമ്മ പാത്രം കഴിക്കുകയാണ് ഗൈസ്? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇത് തിന്നാൻ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ മറന്നു പോകാതെ മുന്നേ അത് കഴിക്കും. ഇത് എൻ്റെ കണ്ണ് ഫുള്ള് ഇതിലാണ്. ഒരു വീട് വൈകുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തോ? ഓ വേണോ? അടിപൊളി പുഴുക്ക്. കൊള്ളാം കേട്ടാ. നിങ്ങൾക്കൊരു നൊസ്റ്റാൾജി പരിപാടി വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. പാടായിരിക്കും അല്ലേ? പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതാണ് ഈ പഴയ പാട്ട്. ഗൈസ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ വേറൊരു സാധനം കൊണ്ടുവന്നത്. നമ്മളൊന്ന് നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഉമ്മച്ചീസ് ചട്ടി. എന്തൊക്കെയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബീഫ് പള്ളിക്കറി, മട്ടൻ കുറുമ, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ഓൺ ടോപ്പ് ഓഫ് നെയ്ച്ചോറ്. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വന്നത് കഴിക്കുക ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവൻ നൈസായിട്ടൊരു മുട്ടയാണ്. അതായത് ഇതാണ് നമ്മുടെ ആള്. വിജേഷ് ബ്രോ അർജന്റീന ഫാനാണ് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ. നമ്മളിപ്പോൾ കളിയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഫാമിലി റൂമുണ്ട്. പിന്നെ നല്ല കിടിലം പഴംപൊരി, ഒരു വെറൈറ്റി പഴംപൊരി നമ്മൾ കണ്ട്. ബ്രോസ്റ്റഡ് പഴംപൊരി. ഏതാണ്? ബ്രോസ്റ്റഡ് പഴംപൊരി. അതെന്തിനാണെന്ന് ഞാൻ പാർസൽ അടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പോയി നോക്കാം. അത് കഴിക്കാനുള്ള സ്പേസ് ഇല്ല, അല്ലെങ്കിൽ കഴിച്ച് കാണിച്ചു തരായിരുന്നു ഇല്ലേ? സ്ഥലമില്ല, ഫുള്ളായി.
ആ നെയ്ച്ചോറ് ഒക്കെ വന്ന് നമ്മുടെ പ്ലാനൊക്കെ മാറ്റി. ഇത് 4 മണിക്ക് തീരുമോ കടികളൊക്കെ? 4 മണിക്ക് റെഡി ആവും. അതൊരു 7-8 മണി വരെ ഉണ്ടാവും. ഈവനിങ് ടൈമിൽ 14 വർഷം അല്ലേ? 14 വർഷം. 14 ഇയേഴ്സ് ഓഫ് ലെഗസി ഇനിയും കണ്ടിന്യൂ അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് പാർസലൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള തള്ളിയിട്ട് പൊട്ടിച്ച് അല്ല കറക്റ്റ് കേട്ടോ. നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് കൊള്ളാം. ഒരു ചായക്കട ആംബിയൻസ് നാട്ടിലൊക്കെ ഉള്ള. പഴയ മിഠായികൾ, ചക്രമൊക്കെ ഇതെല്ലാം നാട്ടിൽ തൊട്ടാണ്. കോഫി ബൈറ്റ്, നമ്മുടെ ആൽപ്പല്ലീവ്, സെന്റർ ഫ്രഷ് നാട്ടിലെത്താ. സെന്റർ ഫ്രൂട്ട് അത് സെന്റർ ഫ്രഷ് അല്ല. നിങ്ങൾ കാണിക്കാം. പിന്നെ ഞാൻ നിങ്ങൾ കാണിക്കണ വെച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. കുഴപ്പമില്ലല്ലോ. അത് നമ്മുടെ പയ്യനെ നാട്ടിലുള്ള എല്ലാവരും നാട്ടിലെവിടെ നിങ്ങളൊക്കെ? കണ്ണൂര്, പാകിസ്ഥാൻ, പാലക്കാട്, കണ്ണൂര്. എല്ലാവർക്കും ഒരു ഹൈ. നാട്ടിലെ ബൂമർ കോപ്പിക്കോയിക്കോട്ടെ മാംഗോ ബൈറ്റ് മറ്റേ സാധനം ഹണി സെൻട്രൽ ഫ്രഷ്. സെൻട്രൽ ഫ്രഷ് ഇതൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധനമാണ് കേട്ടോ. മാംഗോ ബൈറ്റ് ചായ കുടിക്കുന്ന കോഫി കുടിച്ചോളൂ, ചായ കുടിച്ചോളെ. ഇവിടെ വേറെ ഒരു സാധനമുണ്ട് ഗൈസ്, ഞാൻ ഇതിനെ നമ്മള് മറ്റേ പഞ്ഞി മുട്ടായി, ബോംബെ മുട്ടായി എന്നൊക്കെ പറയും. ഇത് ഹിന്ദിക്കാരന്മാർ അതിന് നല്ലൊരു ഫാൻസി പേരിട്ടിട്ടുണ്ട്, സോൺ പപ്പടി. പക്ഷെ മുട്ടാ സാധനം ഇതങ്ങനെയല്ല ഉണ്ടാക്കണത് ഗൈസ്, ഇതങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. നമുക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ട്, സ്പെയിനിന്റെ ഫാനാണ്. എന്താവും പോർച്ചുഗൽ സ്പെയിൻ? നിനക്കെന്താ തോന്നുന്നത്? ഇതൊന്നും നമ്മള് മൈൻഡ് ആക്കുമ്പോ നമുക്ക് അതിന് സമയം ഉണ്ടാവും. നമ്മള് ഗ്രൗണ്ടിൽ കാണിച്ചു. പക്ഷേ സ്പെയിൻ നല്ലോണം കളി. ഗ്രൗണ്ടില് ഈ പോർച്ചുഗൽ ഫാൻസിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എതിർ ടീമിന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും എതിർ ടീം ചെയ്തത് തെറ്റാണെന്ന് കണ്ടുപിടിക്കുക, ഇതിനൊക്കെയാണ് കൂടുതൽ സമയം. ആ സമയം കൊണ്ട് ആ പോർച്ചുഗലിന്റെ ടീമിന്റെ കളി, ആ ഒരു വിദ്യ കറക്റ്റ് രീതിയിൽ ഒന്ന് അവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും പോർച്ചുഗലിന്റെ ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. പറയുന്ന വ്യക്തികൾ ഒന്നിക്കലും ഒരു അർജന്റീന ഫാനായിരിക്കും, അല്ലെങ്കിൽ ബ്രസീൽ ഫാനായിരിക്കും. സ്വന്തം ടീം നന്നാക്കിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത് പോർച്ചുഗൽ ഫാനിനോട് ഞങ്ങൾ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശനം കേൾക്കാനുള്ള ആളില്ല. ഞാൻ ബ്രസീൽ ഫാനാണ്. ഈ ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ട ഫാൻസ് അർജന്റീന ഫാൻസാണ്. അതിനൊക്കെല്ലാം ഞാന് ബ്രസീൽ ഫാനാണ്. പക്ഷെ നെയ്മാർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആഘോഷിക്കുകയായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടൊന്നുമില്ല. ഈ നെയ്മാറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ ഒന്ന് തുമ്മി അവൻ വീഴും, പിന്നെ എന്തിനാ കളിക്കുന്നത്? പാവപ്പെട്ടവൻ മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് വരെയാണ്, മറ്റേ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനത്തെ കളി ഇറങ്ങും. ജൂനിയറിനെ ആ പിടിച്ചാലും വലിച്ചാലും അവൻ അവിടെ നിന്ന് അനങ്ങില്ല. അവൻ കേറി പോയി ആ ഗോൾ അടിച്ച് തിരിച്ചു വരും. നമ്മൾ പോണ ഗൈസ്. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ മീൽസല്ല സദ്യ കഴിക്കാനായിട്ട് നേരെ അങ്ങോട്ട് പോവാ. നല്ല സദ്യ അടിപ്പില്ല. പിന്നെ നല്ല ചൂടാണ് ഗൈസ്. ജസ്റ്റ് നടന്നു വന്നേ ഉള്ളൂ, പൊള്ളി എല്ലാം കൂടെ. അയ്യോ. പിന്നെ അപ്പോൾ അതാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. അടുത്ത് നമ്മൾ ഉടനെ ഇറങ്ങുന്നതായിരിക്കും. എന്തിനാണ് ഇറങ്ങുന്നത്? നമ്മൾ ഇറങ്ങും. നമ്മുടെ പയ്യന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട്, നൊമാഡിയൻ ആൻഡ് ടീം. പിന്നെ റാനിയുടെ ബർത്ത്ഡേ ട്രീറ്റ് ഇങ്ങനെ തന്നിട്ടില്ല, അത് ഉടനെ തരുന്നതായിരിക്കും. നമുക്ക് സെറ്റാക്കാം അല്ലേ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ പോയാ പുള്ളിക്കാരിയായിട്ട്? ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. കോൾ മിസ്റ്റർ സാം. ബൈ. സുബിനുള്ള ജെ. എസ്കേപ്പ് ഹിയർ. ബൈ.